ഹലോ ഗൈസ്, നമ്മുടെ ഹോസ്റ്റലിൽ കറണ്ട് പോയി. അപ്പോൾ ഞങ്ങളുടെ ക്യാൻഡിൽസ് എല്ലാം തീർന്നിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഉരുകി വീണ ക്യാൻഡിൽസിൻ്റെ പാട്ടുണ്ടാവില്ല, അത് വെച്ചിട്ട് ഞങ്ങളൊരു ക്യാൻഡിൽ ഉണ്ടാക്കാൻ പോകും. അതും വെറും ക്യാൻഡിലല്ല, സെൻറ്റഡ് ക്യാൻഡിൽ. ഞാൻ കാണിച്ചു തരാം. ഹേയ് ഗൈസ്, അപ്പോൾ നമ്മൾ ഈ മരിച്ചു പോയ മെഴുകുതിരിക്ക് പുതുജീവൻ നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ വിളക്ക് വെച്ചിട്ട് മെഴുകുതിരി ഉരുക്കിയും കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സക്സസ് ആവുമോയെന്നറിയില്ല, ലെറ്റ്സ് സീ. നമ്മൾ ഈ ഉരുക്കുന്ന പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട്, അതായത് ഇത് ശരിക്കും ഗ്ലാസ് ജാറിലാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളെടുത്ത ഗ്ലാസ് ജാറ്, പക്ഷെ അതിൽ ഒഴിക്കാൻ മാത്രമുള്ള മെഴുകുതിരി നമ്മുടെ കയ്യിലില്ല. അപ്പം നമ്മൾ ഗ്ലാസ് ജാറിൻ്റെ അടപ്പിലാണ്. ഈ അടപ്പ് പ്ലാസ്റ്റിക്കാണ്, ഉരുകി പോവുമെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. ഹൈ ഗൈസ്, നമ്മുടെ പരിപാടി ഇതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇതാ ഒരു പീസും കൂടെ ഒരുക്കാനുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ അടുത്ത പീസ് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സ്മെല്ലിന് വേണ്ടിയിട്ട് കംഫർട്ടാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ കംഫർട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ പിന്നെ നമ്മൾ ക്യാൻഡിൽ ഉരുക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് പീസ് ഇതാ ഏതാണ്ട് ഉരുക്കി തീരാറായി. ഇതിന് ശേഷം കത്തിച്ചിട്ട് സ്മെല്ലുണ്ടോ ഇല്ലയെന്നൊക്കെ പറയാവേ. ഗൈസ്, ഫൈനലി നമ്മൾ കുറച്ച് കംഫർട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗൈസ്, എക്സ്ട്രാ വന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ ക്യാൻഡിൽ ഇത് ഉണങ്ങിയിട്ട് കത്തിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ ക്യാൻഡിൽ സെറ്റായിട്ടുണ്ട്. നമുക്കിനി കത്തിച്ച് നോക്കാം. ലൈറ്റർ എത്തുന്നില്ല. മണം വരുന്നുണ്ടോ അറിയില്ല, താഴേക്ക് എത്തിയാലേ അറിയുള്ളൂ. ഗൈസ്, ഇതാണ് നമ്മുടെ ക്യാൻഡിൽ.